2 ദിനവൃത്താന്തം അധ്യായം 26. ഉസ്സിയ. അനന്തരം യൂദാ നിവാസികൾ 16 വയസ്സുള്ള ഉസ്സിയായെ പിതാവായ അമസ്യായുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു. പിതാവിന്റെ മരണത്തിനു ശേഷം ഉസ്സിയ ഏലോത്ത് വീണ്ടെടുത്ത് പുതുക്കി പണിതു. 16-ാം വയസ്സിൽ രാജ്യഭാരമേറ്റ ഉസ്സിയ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. അവന്റെ അമ്മ ജെറുസലേംകാരി യക്കോലിയ ആയിരുന്നു. തന്റെ പിതാവായ അമസ്യായെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. ഉസ്സിയ ഫിലിസ്ത്യർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഗത്ത്, യാബ്നെ, അഷ്ദോദ് എന്നീ പട്ടണങ്ങളുടെ മതിലുകൾ തകർത്തു. അഷ്ദോദിലും മറ്റു ചില ഫിലിസ്ത്യ പ്രദേശങ്ങളിലും പട്ടണങ്ങൾ പണിതു. ഫിലിസ്ത്യരെയും ഗൂർബാലിലുള്ള അറബികളെയും മെയൂന്യരെയും നേരിടാൻ ദൈവം അവനെ സഹായിച്ചു. അമ്മോന്യർ ഉസ്സിയായ്ക്ക് കപ്പം കൊടുത്തു. അവൻ അതിപ്രബലനായി. അവന്റെ കീർത്തി ഈജിപ്ത് വരെയും വ്യാപിച്ചു. കോൺ കവാടം, താഴ്വര കവാടം, മതിൽ തിരിവ് എന്നിവയ്ക്ക് സമീപം ഗോപുരങ്ങൾ പണിത് അവൻ ജെറുസലേമിനെ സുരക്ഷിതമാക്കി. അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും അനേകം കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അവന് ഷെഫേലായിലും സമതലത്തിലും ധാരാളം കാലിക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. കൃഷിയിൽ തൽപരനായിരുന്നതിനാൽ അവൻ കുന്നുകളിലും ഫലപുഷ്ടിയുള്ള പ്രദേശങ്ങളിലും കർഷകരെയും മുന്തിരി കൃഷിക്കാരെയും നിയോഗിച്ചു. രാജാവിന്റെ സേനാധിപന്മാരിൽ ഒരുവനായ ഹനനിയായുടെ നിർദ്ദേശമനുസരിച്ച് കാര്യവിചാരകനായ ജയിയേലും രാജസേവകനായ മാസയായും തയ്യാറാക്കിയ കണക്കിൻപടി ഉസ്സിയായ്ക്ക് യുദ്ധത്തിനു ശേഷിയുള്ള അനേക ഗണങ്ങളടങ്ങിയ സൈന്യമുണ്ടായിരുന്നു. യുദ്ധവീരന്മാരായ കുടുംബത്തലവന്മാർ 2600 പേരുണ്ടായിരുന്നു. അവരുടെ കീഴിൽ രാജാവിന് വേണ്ടി ശത്രുക്കളോട് പൊരുതാൻ കഴിവുറ്റ 3,07,500 പടയാളികളും ഉണ്ടായിരുന്നു. ഉസ്സിയ തന്റെ ഭടന്മാർക്ക് വേണ്ടി പരിച, കുന്തം, പടത്തുപ്പി, പടച്ചട്ട, വില്ല്, കവിണക്കല്ല് എന്നിവ സജ്ജമാക്കി. അമ്പും വലിയ കല്ലുകളും പ്രയോഗിക്കുന്നതിനായി ജെറുസലേമിലെ ഗോപുരങ്ങളിലും മതിലിന്റെ കോണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തീർപ്പിച്ചു. ദൈവം അത്ഭുതകരമാവിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി. അവന്റെ കീർത്തി വിദൂരങ്ങളിലും പരന്നു. പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു. അതവനെ നാശത്തിലേക്ക് നയിച്ചു. തന്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്തത കാണിച്ചു. ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കാൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. കരുത്തന്മാരായ 80 പുരോഹിതന്മാരോടുകൂടി അസറിയ പുരോഹിതൻ അവന്റെ പിന്നാലെ ചെന്നു. ഉസ്സിയായെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ഉസ്സിയ, നീയല്ല കർത്താവിന് ധൂപം അർപ്പിക്കേണ്ടത്. അഹറോന്റെ പുത്രന്മാരും ധൂപാർപ്പണത്തിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമായ പുരോഹിതന്മാരാണ്. വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു കടക്കൂ. നീ ചെയ്തത് തെറ്റാണ്. ഇത് ദൈവമായ കർത്താവിന്റെ മുൻപാകെ നിനക്ക് മഹത്വം നൽകുകയില്ല. ഉസ്സിയ കുപിതനായി. അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു. പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ കർത്താവിന്റെ ആലയത്തിൽ ധൂപപീഠത്തിനു സമീപത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. പ്രധാന പുരോഹിതനായ അസറിയായും മറ്റു പുരോഹിതന്മാരും അവനെ നോക്കി. അതാ അവന്റെ നെറ്റിയിൽ കുഷ്ഠം. അവനെ അവർ ഉടനെ പുറത്താക്കി. കർത്താവ് ശിക്ഷിച്ചതിനാൽ പുറത്തു പോകാൻ അവൻ തിടുക്കം കൂട്ടി. മരിക്കുന്നതുവരെ ഉസ്സിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു. കുഷ്ഠരോഗി എന്ന നിലയിൽ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവൻ ഒരു പ്രത്യേക വസതിയിൽ കഴിഞ്ഞു. മകൻ യോഥാം കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ജനത്തെ ഭരിച്ചു. ഉസ്സിയായുടെ ഇതര പ്രവർത്തനങ്ങൾ ആദ്യന്തം ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്സിയ പിതാക്കന്മാരോട് ചേർന്നു. കുഷ്ഠരോഗിയായിരുന്നതിനാൽ അവർ അവനെ രാജാക്കന്മാരുടെ ശ്മശാന ഭൂമിയിൽ പിതാക്കന്മാർക്ക് സമീപം മറവു ചെയ്തു. മകൻ യോഥാം രാജാവായി. 27. യോഥാം. രാജാവാകുമ്പോൾ യോഥാമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിന്റെ മകളായ യരൂഷ ആയിരുന്നു അവന്റെ അമ്മ. പിതാവായ ഉസ്സിയായെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. പിതാവ് ചെയ്തതുപോലെ അവൻ കർത്താവിന്റെ ആലയത്തിൽ അനധികൃതമായി പ്രവേശിച്ചില്ല. ജനം ദുരാചാരങ്ങൾ തുടർന്നു പോന്നു. അവൻ ദേവാലയത്തിന്റെ ഉപരികവാടം പണി കഴിപ്പിച്ചു. ഓഫേലിന്റെ മതിലിന്റെ പണി കുറെ നടത്തി. യൂദാ മലമ്പ്രദേശത്ത് പട്ടണങ്ങളും വൃക്ഷനിബിഡമായ മലകളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു.
അവൻ അമ്മോന്യ രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. അമ്മോന്യർ അവന് ആ വർഷം 100 താലന്ത് വെള്ളിയും 10,000 കോർ ഗോതമ്പും അത്രയും ബാർലിയും കപ്പം കൊടുത്തു. തുടർന്നുള്ള 2 വർഷങ്ങളിലും അവർ അങ്ങനെ തന്നെ ചെയ്തു. കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് തന്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. അവന്റെ മറ്റു പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും രീതികളും ഇസ്രായേലിലെയും യൂദായിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 25-ാം വയസ്സിൽ ഭരണം ആരംഭിച്ച യോഥാം ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ അധ്യായം 28. ആഹാസ് 20-ാം വയസ്സിൽ ഭരണം തുടങ്ങി. 16 വർഷം ജെറുസലേമിൽ ഭരിച്ചു. എന്നാൽ തന്റെ പൂർവികനായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു. ബാലിന് വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി. ബെൻഹിന്നോം താഴ്വരയിൽ ധൂപമർപ്പിച്ചു. ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളിലെ മ്ലേച്ഛാചാരങ്ങളെ അനുകരിച്ച് അവൻ സ്വപുത്രന്മാരെ ഹോമിച്ചു. പൂജാഗിരികളിലും മലകളിലും ഓരോ പച്ചമരത്തിന്റെയും ചുവട്ടിലും അവൻ ബലിയും ധൂപവും അർപ്പിച്ചു. ദൈവമായ കർത്താവ് അവനെ സിറിയ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവൻ ആഹാസിനെ തോൽപ്പിച്ച് അനേകം പേരെ തടവുകാരാക്കി ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. കർത്താവ് ആഹാസിനെ ഇസ്രായേൽ രാജാവിന് വിട്ടുകൊടുത്തു. ഇസ്രായേൽ രാജാവ് കൂട്ടക്കൊല നടത്തി അവനെ പരാജയപ്പെടുത്തി. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ യൂദാ സൈന്യത്തിൽ നിന്ന് 1,20,000 ധീരയോദ്ധാക്കളെ റമാലിയായുടെ മകൻ പെക്കാഹ് ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു. ധീരനും എഫ്രായിംകാരനുമായ സിക്രി രാജപുത്രനായ മാസായെയും കൊട്ടാരം വിചാരിപ്പുകാരനായ അസ്രിക്കാമിനെയും രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാരിയായ എൽക്കാനയെയും വധിച്ചു. തങ്ങളുടെ സഹോദരരായ യൂദാ നിവാസികളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം 2,00,000 പേരെ ഇസ്രായേൽ തടവുകാരാക്കി. ധാരാളം കൊള്ളമുതലും അവർ സമരിയായിലേക്ക് കൊണ്ടുപോയി. കർത്താവിന്റെ ഒരു പ്രവാചകൻ അവിടെയുണ്ടായിരുന്നു. അവന്റെ പേര് ഒദേദ്. അവൻ സമരിയായിലേക്ക് വന്ന സൈന്യത്തിന്റെ നേരെ ചെന്നു പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് യൂദായോട് കോപിച്ച് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. എന്നാൽ നിങ്ങൾ അവരെ ക്രൂരമായി വധിച്ചു. ഈ കാര്യം കർത്താവിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ജെറുസലേമിലും യൂദായിലുമുള്ള സ്ത്രീ പുരുഷന്മാരെ അടിമകളാക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ഒരുമ്പെടുന്നു. നിങ്ങളും നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തിട്ടില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുക. തടവുകാരായി നിങ്ങൾ കൊണ്ടുവന്ന ഈ സഹോദരരെ വിട്ടയക്കുക. കർത്താവിന്റെ ഉഗ്രകോപം ഇതാ നിങ്ങളുടെ മേൽ പതിക്കാൻ പോകുന്നു. യോഹന്നാന്റെ മകൻ അസറിയ, മെശില്ലമോത്തിന്റെ മകൻ ബറക്കിയ, ശല്ലൂമിന്റെ മകൻ യഹിസ്കിയ, ഹദ്ലിയായുടെ മകൻ അമാസ എന്നീ എഫ്രായിം നേതാക്കന്മാർ യുദ്ധത്തിൽ നിന്നും മടങ്ങി വന്നവരോട് പറഞ്ഞു, തടവുകാരെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ കർത്താവിന്റെ മുൻപിൽ നാം കുറ്റക്കാരാകും. നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും പെരുപ്പിക്കാനാണ് നിങ്ങൾ തുനിയുന്നത്. ഇപ്പോൾ തന്നെ അത് ഘോരമാണ്. ഇസ്രായേലിനെതിരെ കർത്താവിന്റെ ക്രോധം ജ്വലിക്കുന്നു. അപ്പോൾ പടയാളികൾ തടവുകാരെയും കൊള്ളവസ്തുക്കളെയും പ്രഭുക്കന്മാരുടെയും സമൂഹത്തിന്റെയും പക്കൽ ഏൽപ്പിച്ചു. പ്രത്യേകം നിയുക്തരായ ആളുകൾ തടവുകാരെ ഏറ്റെടുത്തു. കൊള്ളമുതലിൽ നിന്ന് ആവശ്യമായവയെടുത്ത് നഗ്നരായവരെ ഉടുപ്പിച്ചു, ചെരുപ്പ് ധരിപ്പിച്ചു, അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി, തൈലം പൂശി തളർന്നവരെ കഴുതപ്പുറത്ത് കയറ്റി. അങ്ങനെ ഈന്തപ്പനകളുടെ നഗരമായ ജെറീക്കോയിൽ അവരുടെ സഹോദരരുടെ അടുത്തെത്തിച്ചു. അനന്തരം അവർ സമരിയായിലേക്ക് മടങ്ങി. ഏദോമ്യർ യൂദായെ ആക്രമിച്ചു. അനേകരെ തടവുകാരാക്കിയപ്പോൾ ആഹാസ് രാജാവ് അസീറിയ രാജാവിന്റെ സഹായം അപേക്ഷിച്ചു. ഫിലിസ്ത്യരും യൂദാക്കെതിരെ തിരിഞ്ഞു. അവർ ഷെഫേലായിലെയും നെഗബിലെയും നഗരങ്ങളെ ആക്രമിച്ച് ബെത്ഷെമേഷ്, അയ്യാലോൺ, ഗദെറോത്ത് എന്നിവയും സൊക്കോ, തിമ്ന, ഗിംസോ എന്നിവയും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കി അവിടെ വാസമുറപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാസ് ദുർവൃത്തനും കർത്താവിനോട് വിശ്വസ്തത പുലർത്താത്തവനും ആയിരുന്നതിനാൽ കർത്താവ് യൂദായുടെ അധപതനത്തിന് ഇടവരുത്തി. അസീറിയ രാജാവായ തിൽഗത് പിൽനേസർ അവനെ സഹായിക്കുന്നതിനു പകരം ആക്രമിച്ചു പീഡിപ്പിച്ചു. ആഹാസ് ദേവാലയത്തിലും രാജകൊട്ടാരത്തിലും പ്രഭുക്കന്മാരുടെ ഭവനങ്ങളിലും നിന്ന് ധനം ശേഖരിച്ച് അസീറിയ രാജാവിന് കപ്പം കൊടുത്തു. എന്നാൽ ഉപകാരമുണ്ടായില്ല. ദുരിതം വന്നപ്പോൾ ആഹാസ് രാജാവ് കർത്താവിനോട് കൂടുതൽ അവിശ്വസ്തത കാണിച്ചു. സിറിയ രാജാക്കന്മാരെ അവരുടെ ദേവന്മാർ സഹായിച്ചു.
ആ ദേവന്മാർക്ക് ബലിയർപ്പിച്ചാൽ അവർ എന്നെയും സഹായിച്ചേക്കും എന്ന് പറഞ്ഞ് തന്നെ തോൽപ്പിച്ച ദമാസ്കസിലെ ദേവന്മാർക്ക് ആഹാസ് ബലിയർപ്പിച്ചു. അത് അവന്റെയും രാജ്യത്തിന്റെയും വിനാശത്തിന് കാരണമായി. അവൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒരുമിച്ച് കൂട്ടി ഉടച്ചു. കർത്താവിന്റെ ആലയം പൂട്ടി. ജെറുസലേമിന്റെ എല്ലാ മുക്കിലും മൂലയിലും ബലിപീഠങ്ങൾ സ്ഥാപിച്ചു. യൂദായിലെ നഗരങ്ങളിലെല്ലാം അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുന്നതിന് പൂജാഗിരികൾ നിർമ്മിച്ചു. അങ്ങനെ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പ്രകോപിപ്പിച്ചു. അവന്റെ ഇതര പ്രവർത്തനങ്ങളും രീതികളും ആദ്യന്തം യൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു ജെറുസലേം നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല. മകൻ ഹെസക്കിയ ഭരണമേറ്റു. ദൈവമായ കർത്താവിന് സ്തുതി.